നമസ്കാരം. പി സി ജോർജും മകൻ ഷോൺ ജോർജും തികച്ചും വ്യത്യസ്തമായ സമീപനമാണ് വിഷയങ്ങളോടെടുക്കുന്നത്. ജോർജ് വളരെ വൈകാരികമായി പൊട്ടിത്തെറിക്കാറുണ്ട്. വായിൽ തോന്നുന്നതൊക്കെ അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ തുറന്നു പറയാറുണ്ട്. എന്നാൽ ഷോൺ ജോർജ് അങ്ങനെയല്ല. ഷോൺ ജോർജ് ജാഗ്രതയോടെയാണ് ഏത് വിഷയത്തെയും കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ ഇന്നലെ ഷോൺ ജോർജാണ് തുടങ്ങി വെച്ചത് പതിവിൽ നിന്നും വ്യത്യസ്തമായി കത്തോലിക്ക സഭയെ വിമർശിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രസംഗം. ഷോണിന് തൊട്ട് പിന്നാലെയാണ് ഷോണിൻ്റെ പിതാവ് പി സി ജോർജ് അത് ഏറ്റെടുത്തത്. FCR വിഷയം കത്തിപ്പടർന്നപ്പോൾ BJPക്കെതിരെ ശക്തമായ നിലപാടുമായി സഭ ബിഷപ്പുമാർ രംഗത്ത് വന്നപ്പോൾ ജോർജ് പൊട്ടിത്തെറിച്ചിരുന്നു. അന്നും ഷോൺ ജോർജ് സംയമനം പാലിച്ചു. പപ്പയുടെ നിലപാടല്ല തൻ്റേത് എന്ന് പറഞ്ഞ് ഒഴിയുകയായിരുന്നു. എന്നാൽ ഇന്നലെ ജോർജ് ഏഷ്യാനെറ്റിന് കൊടുത്ത അഭിമുഖത്തിലൂടെ വെടിപൊട്ടിച്ചു. സഭയ്ക്ക് ഞങ്ങളെ വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് സഭയെയും വേണ്ട എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു. FCR ഉൾപ്പെടെയുള്ള ബില്ല് മാറ്റിവെച്ചിട്ടുള്ളത് ഞങ്ങളുടെ സമ്മർദ്ദഫലമാണ്. അപ്പം ഞങ്ങളെ വേണ്ട എന്ന് സഭ തീരുമാനിച്ചാൽ നമ്മളും സ്വാഭാവികമായിട്ട് സഭയെ വേണ്ടെന്ന് തീരുമാനിക്കേണ്ടി വരില്ലേ? സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഷോൺ ജോർജിനെ പോലെയുള്ള ആളുകളെ ഉപദ്രവിക്കാൻ ഇപ്പോഴും ചില ആളുകൾ ഇതിനകത്ത് നിന്നാൽ ഞങ്ങൾക്ക് എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? സഭ കൂടെ ഉണ്ടെന്നുള്ളതിലല്ല, സഭയിലെ അംഗങ്ങൾ എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും BJP അടുത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ തിരിച്ച് ഞങ്ങളുടെ അടുത്തൊരു ചോദ്യം വരില്ലേ? നിങ്ങൾ ഇതെല്ലാം സഭയ്ക്ക് വേണ്ടി പറയുന്നു, സഭ നിങ്ങളോട് എന്ത് ചെയ്തു? ഈ ദിവ്യപത്രം എടുത്തു വെച്ചിട്ടല്ലേ ഞങ്ങളോട് ചോദിക്കുന്നു. ഏറെ വൈകാതെ ജോർജ് രംഗപ്രവേശം ചെയ്ത് നിശിതമായ വിമർശനം സഭയ്ക്കെതിരെ നടത്തി. നമ്മുടെ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് അയാളൊരു മര്യാദക്കാരനാണെന്ന് ജനം വിചാരിക്കുന്നു. പക്ഷെ അയാളെന്താ ചെയ്ത്? മടങ്ങളിലെല്ലാം വിളിച്ച് UDP വോട്ട് ചെയ്യാൻ പറഞ്ഞു. മര്യാദയാണോ കാണിച്ചത്? മര്യാദയാണോ? അതുപോലെ അയാൾക്ക് എന്താ അവകാശം? പൂഞ്ഞാറിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ 3 പേരാണ്, ഞാനും UDFും LDFും. ഈ സഭയ്ക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്നെ കൊണ്ടാണ്. മറ്റ് രണ്ടവന്മാർക്ക് എന്ത് കിട്ടി? അവന്മാർക്ക് എന്ത് കിട്ടിയിട്ടാണ് ഈ സഭ ഇങ്ങനെ വൃത്തികെട്ട പണി ചെയ്യുന്നത്? നാണം കെട്ടവന്മാർ ഈ സഭയെ തള്ളിപ്പറയേണ്ടി വരും. സഭയല്ല തള്ളിപ്പറയുന്നത്, ഈ മെത്രാന്മാരെ തള്ളിപ്പറയും, ഒരു സംശയം വേണ്ട. രാഷ്ട്രീയം പറയുന്ന മെത്രാന്മാരെ രാഷ്ട്രീയക്കാരെ ഞങ്ങൾ കാണും. പി സി ജോർജും ഷോൺ ജോർജും സഭയ്ക്കെതിരെ രംഗത്ത് വന്നതോടെ മെത്രാന്മാരിൽ പലരും അതിൽ ഏറ്റുപിടിച്ചു. കത്തോലിക്ക കോൺഗ്രസ് ഏറ്റുപിടിച്ചു. വലിയ ചർച്ചയായി മാറി. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ സഭയും BJPയും 2 ചേരിയിൽ നിൽക്കുന്ന സാഹചര്യമാണ്. ജോർജിനെയും ഷോണിനെയും ചേർത്ത് പിടിച്ച് സഭയെ താങ്ങിയിട്ട് കാര്യമില്ല, കർശനമായ നിലപാടിലൂടെ മുമ്പോട്ട് പോകുന്നതാണ് ഉചിതമെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ സംഖ്യകളും രംഗത്തെത്തി. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇതിൻ്റെ മെറിറ്റ് എന്താണ്? BJP ഒരു ഹിന്ദുത്വ രാഷ്ട്രീയ പാർട്ടിയാണെന്നും ഇവിടെ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നുമുള്ള ഒരു എക്കോസിസ്റ്റം സൃഷ്ടിച്ചെടുക്കാനാണ് BJP വിരുദ്ധർ കഴിഞ്ഞ കുറേ കാലമായി ശ്രമിച്ചു വരുന്നത്. ക്രിസ്ത്യൻ മുസ്ലിം ഐഡിയോളജികൾ യോജിക്കാറില്ലെങ്കിലും ക്രൈസ്തവ സംഘടനകൾക്കും സഭയ്ക്കും പല കാര്യങ്ങളിലും ഇസ്ലാമിക സംഘടനകളോടും ഇസ്ലാമിക രാഷ്ട്രീയത്തോടും എതിർപ്പുണ്ടെങ്കിലും BJP വിരുദ്ധ രാഷ്ട്രീയത്തിൽ അവർ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കുറേ കാലമായി ഇന്ത്യയിൽ. എന്നാൽ BJP ഒരു ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്ഥാനമല്ല. അവർ ദേശീയത ഉയർത്തിപ്പിടിക്കുന്നത് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടാണ്. രാജ്യത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായ പ്രവർത്തികൾ ചെയ്യുമ്പോൾ അതിൽ വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടായിരുന്നു BJPയുടേത്. അത് ഉറപ്പാക്കാൻ വേണ്ടിയാണ് ക്രൈസ്തവ സൗഹൃദത്തിന് അവർ ശ്രമിച്ചത്. പി സി ജോർജ് നേരത്തെ പറഞ്ഞതുപോലെ വളരെ ചെറിയ ന്യൂനപക്ഷമാണ് രാജ്യത്ത് ക്രൈസ്തവരെന്നോർക്കണം. എങ്കിലും ക്രൈസ്തവരെ ചേർത്ത് പിടിക്കുന്ന ഒരു നിലപാടിലേക്ക് BJP മാറുന്നു. ആ നിലപാടിൻ്റെ വിജയം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും വിജയിക്കുന്നു. ഗോവയിൽ വിജയിക്കുന്നു. അങ്ങനെ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയാത്തത്രയും സംസ്ഥാന മുഖ്യമന്ത്രിമാരെ BJPക്ക് സമ്മാനിക്കാൻ കഴിയുന്നു. ജോർജ് കുര്യൻ എന്ന കേരളത്തിലെ പരമ്പരാഗതമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന BJP നേതാവിനെ കേന്ദ്രമന്ത്രിയാക്കുന്നു. അങ്ങനെ ക്രൈസ്തവരുമായി BJP വലിയ അടുപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും അത് വളരെ സംഘടിതമാക്കുന്നതിന് ഭാഗമായി ഭരണപരമായ മാറ്റം കൊണ്ടുവരികയും ചെയ്യുന്നു. അങ്ങനെയാണ് വാസ്തവത്തിൽ പി സി ജോർജും ഷോൺ ജോർജും BJPയിലേക്ക് എത്തുന്നത്. ജോർജ് കുര്യനെയും അൽഫോൻസ് കണ്ണന്താനത്തെയും പോലുള്ള നേതാക്കൾ മുമ്പ് മുതലേ BJPക്കുണ്ടെങ്കിലും കാര്യമായ സ്വാധീനം അവർക്ക് സഭാ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നില്ല. അവർ രാഷ്ട്രീയ രംഗത്തുള്ളവർ എന്ന നിലയിൽ മിനിമം ബന്ധം പുലർത്തി എന്നതിനപ്പുറത്തേക്ക് സഭയുമായി ആഴത്തിൽ ബന്ധമുള്ള സഭയുടെ മക്കൾ എന്ന നിലയിൽ ഇടപെടാൻ കഴിയുന്നവർ ഉണ്ടായിരുന്നില്ല.
എന്നാൽ പി സി ജോർജും ഷോൺ ജോർജും അങ്ങനെയായിരുന്നില്ല. പ്രത്യേകിച്ച് ഷോൺ അങ്ങനെയായിരുന്നില്ല. സഭയ്ക്ക് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ താല്പര്യമുള്ള ഒരാളായിരുന്നു. പി സി ജോർജിനെയും മകനെയും BJP-യിലേക്ക് കൊണ്ടുവന്നത് പോലും സഭയുമായുള്ള ഒരു പാലമിടലിൻ്റെ ഭാഗമായിരുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കെ സുരേന്ദ്രൻ പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് ജോർജും ഷോണും BJP-യിലേക്ക് എത്തിയതെങ്കിലും അതിൻ്റെ വഴി രാജീവ് ചന്ദ്രശേഖരായിരുന്നു. വാസ്തവത്തിൽ രാജീവ് ചന്ദ്രശേഖർ വഴിയാണ് ഇവർ ഇങ്ങോട്ട് എത്തുന്നത്. മോദി നേരിട്ട് രാജീവ് ചന്ദ്രശേഖരനെ ചുമതലപ്പെടുത്തിയാണ് ഇവരെ കൊണ്ടുവരുന്നത്. സുരേന്ദ്രൻ വഴിയായിരുന്നില്ല. അതിൻ്റെ തുടർച്ച തന്നെയായിരുന്നു രാജീവ് ചന്ദ്രശേഖരെ സംസ്ഥാന പ്രസിഡന്റാക്കി വിട്ടത്. അതായത് പരമ്പരാഗത ഹിന്ദു രാഷ്ട്രീയത്തെ തള്ളിപ്പറയാതെ വികസനത്തിൻ്റെ ഒരു മോഡൽ കൊണ്ടുവരിക, ഒപ്പം ക്രൈസ്തവരെ നേതൃനിരയിലേക്ക് കൊണ്ടുവരിക എന്ന രാഷ്ട്രീയ അജണ്ടയായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പരീക്ഷണം വിജയിച്ചതുകൊണ്ടാണ് പിന്നീട് ഇതിന് ഔദ്യോഗിക രൂപം കൊടുക്കുന്നത്. അന്നു മുതൽ സഭയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള റോൾ ഷോൺ ജോർജ് സ്വയം ഏറ്റെടുത്തു. പി സി ജോർജ് അത്ര സജീവമായിരുന്നില്ല. ഷോൺ ജോർജ് ഏറ്റെടുത്തു. എവിടെയെല്ലാം എന്തെല്ലാം പ്രശ്നങ്ങൾ സഭയ്ക്കുണ്ടോ രാജ്യത്തെവിടെയും അത് ഷോണിലൂടെ മോദിയുടെ അടുത്തെത്തുന്ന വഴി തെളിഞ്ഞു. ഉടനടി പരിഹാരമാണ്. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീയുടെ വിഷയം ഓർക്കുക. അവിടെ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ആ സമയം സഭാ നേതൃത്വം ബന്ധപ്പെടുന്ന ഷോണിനെയാണ്. ഷോൺ അതിൽ പ്രശ്നപരിഹാരം ഉണ്ടാക്കുന്നു. CPM-ഉം കോൺഗ്രസും ഒക്കെ മുതലെടുക്കാനും ബഹളം വയ്ക്കാനും വന്നെങ്കിലും ഈ വിഷയത്തിൽ ഫലപ്രദമായി ഇടപെടൽ നടത്തിയതും പരിഹാരമുണ്ടാക്കിയതും ഷോണായിരുന്നു. പള്ളുരുത്തിയിലെ പർദ്ദ വിവാദത്തിലാണെങ്കിലും മുൻപത്തെ വഖഫ് പ്രശ്നത്തിലാണെങ്കിലും നേതൃത്വം കൊടുത്തതും സഭയെ വിശ്വസിപ്പിച്ചതും സഭയുമായി ലോബിയിങ് വർക്ക് നടത്തിയതുമൊക്കെ ഷോൺ ജോർജ് ആയിരുന്നു. അങ്ങനെ സഭയ്ക്കൊരു പ്രശ്നമുണ്ടായാൽ ഷോൺ ജോർജിൻ്റെ അടുത്തേക്ക് എത്തുന്ന രീതി സ്ഥാപിക്കപ്പെട്ടു. ഇപ്പോൾ നമുക്കറിയാം FCRA നിയമം കർശനമാണ്. കഴിഞ്ഞ കുറേ കാലമായി യാതൊരു നിയന്ത്രണവുമില്ലാതിരുന്ന FCRA നിയമം പടിപടിയായി കർശനമാക്കി. അനേകം FCRA അക്കൗണ്ടുകൾ റദ്ദാക്കപ്പെട്ടു. അതിൽ പലതും ഇടപെട്ടതും തിരിച്ചു കൊടുത്തതുമൊക്കെ ഷോണിൻ്റെ നേതൃത്വത്തിലാണ്. സഭാ നേതൃത്വത്തിന് നന്നായിട്ടറിയാം എത്ര ശക്തമായ ഇടപെടൽ ഷോൺ ജോർജ് നടത്തിയിട്ടുണ്ടെന്ന്. അതിൻ്റെ തുടർച്ചയായാണ് അച്ഛനും മകനും പാലായിലും പൂഞ്ഞാറിലും മത്സരിക്കുന്നത്. പൂഞ്ഞാറിൽ പി സി ജോർജിനും പാലായിൽ ഷോൺ ജോർജിനും സഭയുടെ പിന്തുണ അവർ സ്വാഭാവികമായും പ്രതീക്ഷിച്ചു. BJP ദേശീയ നേതൃത്വം പല കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് സഭയ്ക്ക് വേണ്ടി ഇവർ വഴി. സ്വാഭാവികമായും ഇവർ മത്സരിക്കുമ്പോൾ ജയിക്കുമെന്ന് കരുതി. പക്ഷെ അണ്ടിയോടടുത്തപ്പോഴാണ് മാങ്ങയുടെ പുളി അറിഞ്ഞത് എന്നതുപോലെ തെരഞ്ഞെടുപ്പായപ്പോൾ ഇതുവരെ ഷോണിൽ നിന്നും സഹായം കൈപ്പറ്റിയ, BJP-യിൽ നിന്നും സഹായം കൈപ്പറ്റിയ സഭാ നേതൃത്വം ചുവട് മാറ്റി. അതിന് ചുക്കാൻ പിടിച്ചത് ദീപികയാണ്. ദീപിക കർശനമായ BJP വിരോധം കാട്ടി. കന്യാസ്ത്രീകളെ തടഞ്ഞു വെച്ചു, അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു തുടങ്ങിയ വലിയ തോതിൽ BJP വിരുദ്ധ വാർത്തകൾക്ക് ദീപിക പ്രാധാന്യം കൊടുത്തു. ജോർജിനെതിരെയും ഷോണിനെതിരെയും പരസ്യ ക്യാമ്പയിൻ തന്നെ നടത്തി. ഷോൺ ജോർജിൻ്റെ ചെറിയ തോതിൽ വാർത്ത കൊടുത്തെങ്കിൽ പി സി ജോർജിന് പൂർണ്ണമായി മുക്കിക്കളഞ്ഞു. ജോർജിന് ഒരു വാർത്തയോ ഒരു ഫോട്ടോയോ പോലും കൊടുക്കാതിരിക്കാൻ ശ്രമിച്ചു. മാത്രമല്ല, ജോർജ് വോട്ട് കൂടുതലായി പ്രതീക്ഷിച്ചിരുന്ന കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കീഴിലുള്ള മലയോര പ്രദേശങ്ങളിലെ മഠങ്ങളിലേക്കും പള്ളികളിലേക്കുമൊക്കെ കാഞ്ഞിരപ്പള്ളി രൂപത മെത്രാൻ മാർ പുളിക്കൻ ടെലിഫോൺ വിളിച്ച് തന്നെ ജോർജിന് കൊടുക്കരുത്, UDF-ന് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതിശക്തമായി തന്നെ BJP-ക്കെതിരെ രംഗത്ത് വരുന്ന കാഴ്ച. ജോർജിനെ തോൽപ്പിക്കണമെന്ന് പരസ്യാഹ്വാനം നൽകുന്ന തരത്തിലേക്ക് ദീപിക മാറി. പാലായിലെ മെത്രാൻ പക്ഷേ ആ പണിക്ക് ഇറങ്ങിയില്ല. ഷോണുമായി നല്ല ബന്ധമുള്ള, ഷോൺ സഭയ്ക്ക് ഗുണമാണ് എന്ന് കരുതുന്ന മെത്രാനാണ് പാലാ മെത്രാൻ. പാലാ മെത്രാൻ നിഷ്പക്ഷമായ മൗനം പാലിച്ചു, മാന്യമായ മൗനം പാലിച്ചു. പാലായിൽ അങ്ങനെ കാര്യമായ പ്രശ്നമുണ്ടായി കാണില്ല. പക്ഷേ ദീപികയുടെ ഇടപെടൽ ഷോണിനും നിസ്സാരമല്ലാത്ത പ്രതിസന്ധി സൃഷ്ടിച്ചു. ഇതിൻ്റെ തുടർച്ചയായാണ് ഇപ്പോൾ ഈ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നതും ബഹളം സംഭവിച്ചിരിക്കുന്നതും. സഭ പൊതുവെ രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന രീതിയുള്ളവരാണ്. രാഷ്ട്രീയം സഭ പരസ്യമായി പറയാറില്ല. പക്ഷെ സഭയുടെ പൊതു നിലപാട് UDF-ന് അനുകൂലമാണ്. ആ അനുകൂലമായ നിലപാട് പക്ഷെ അവർ പരസ്യമായി പറയാറില്ല. എന്നാൽ ഒരു ഭാഗത്തിൻ്റെയെങ്കിലും പിന്തുണ നേടിയെടുക്കാൻ പലപ്പോഴും CPM-ന് കഴിയാറുണ്ട്. 2021 CPM ബോധപൂർവം ഒരു വശത്ത് മുസ്ലിം വോട്ടും മറുവശത്ത് ക്രിസ്ത്യൻ വോട്ടും കൃത്യമായ വർഗീയത പറഞ്ഞ് നേടിയെടുത്തു. ലീഗിനെ ഉയർത്തിക്കാട്ടിയാണ് ക്രൈസ്തവ വോട്ടുകൾ CPM കഴിഞ്ഞ തവണ നേടിയെടുത്തത്. ആദ്യമായി ദീപിക ദിനപത്രവും സഭാ നേതൃത്വവും പരിധി വിട്ട് BJP എതിർക്കുന്ന നിലപാടിലേക്ക് എത്തി. ഇത് പാലായിലും പൂഞ്ഞാറിലും BJP-ക്ക് ക്ഷീണമുണ്ടായിട്ടുണ്ട് എന്ന് തീർച്ചയാണ്. എന്നാൽ ഇതിൻ്റെ തിരിച്ചടി നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമായിരിക്കും. FCRA അടക്കമുള്ള വിഷയങ്ങളിൽ പിടിമുറുക്കിയാൽ, വിദേശത്ത് നിന്ന് പണം വരുന്നതിന് കൃത്യമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നാൽ അത് സഭയെ ബാധിക്കും. സഭ ബോധപൂർവമായി BJP എതിർക്കാൻ ഒരുമിച്ച് നിന്നാൽ പ്രത്യേകമായ ഒരു ആനുകൂല്യം കൊടുക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് BJP മാറാം. ഒരു സുവർണാവസരമാണ് വാസ്തവത്തിൽ സഭ കളഞ്ഞുകുളിച്ചത് എന്ന് വിശ്വസിക്കുന്നവരേറെയാണ്. കാരണം സഭ നേരിടുന്ന പല പ്രതിസന്ധികൾക്കും പരിഹാരമുണ്ടാക്കാൻ കഴിയുന്നത് BJP-ക്കാണ്.
BJPയിലേക്ക് അധികാരമെത്തിയിരിക്കുന്നത് തുടരുന്ന സാഹചര്യമാണ്. ഏറെ വൈകാതെ തന്നെ ലോക്സഭാ പുനഃസംഘടന ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഉത്തർപ്രദേശും ബീഹാറും മഹാരാഷ്ട്രയും അടക്കം 4-5 സംസ്ഥാനത്തെ ഭൂരിപക്ഷം കൊണ്ട് തന്നെ രാജ്യം ഭരിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടാവും. ആ സാഹചര്യത്തിൽ ജനവിരുദ്ധ വികാരമുണ്ടായാൽ പോലും BJPയെ തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു സംഘടനാ സംവിധാനം കോൺഗ്രസിനില്ല. 2024 തെളിയിച്ചു. വാസ്തവത്തിൽ മോദിയുടെ ഭരണത്തെ തൽക്കാലത്തേക്ക് ഇടവേള കൊടുക്കാൻ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അത്തരത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്തു. പക്ഷേ അത് കൃത്യമായി ഗുണമുണ്ടാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. ഈ പശ്ചാത്തലത്തിൽ ക്രൈസ്തവരോടൊരു വിരോധവുമില്ല. രാജ്യത്തിൻ്റെ നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഏത് തരത്തിൽ വേണമെങ്കിലും സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാമെന്ന സാഹചര്യം ഒരുക്കി കൊടുക്കുമ്പോൾ അതിനുവേണ്ടി അവരിട്ടിരിക്കുന്ന പാലം ചവിട്ടിത്തെറിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ഇത് സഭയെ ബാധിക്കാതിരിക്കില്ല. ക്രൈസ്തവ ജനതയ്ക്ക് ഇങ്ങനെ പ്രകടമായി BJP വിരോധമില്ല. പതിയെ മാറി വരികയാണ്. ആ മാറി വരുന്നതിൽ ഹാലിളകിയ ചിലരുടെ ഇടപെടലാണ് ഈ പ്രശ്നം വഷളാക്കിയിരിക്കുന്നത്. ക്രൈസ്തവ സഭ നേതാക്കൾ പറയുന്നത് അതേപടി വിശ്വാസികൾ കേൾക്കാത്ത സാഹചര്യം ഒരുപക്ഷെ രൂപപ്പെടാം. എന്തായാലും ഷോൺ ജോർജും PC ജോർജും യഥാർത്ഥ വിശ്വാസികളാണ്. അവർ സഭയ്ക്ക് വേണ്ടി BJPയോട് ചേർന്നൊരുക്കിയ ഒരു സുവർണാവസരം സഭ തട്ടിക്കളഞ്ഞിരിക്കുന്നെന്ന് തോന്നൽ പലർക്കുമുണ്ട്. ഷോൺ ജോർജിൻ്റെയും PC ജോർജിൻ്റെയും വാക്ക് കേട്ടുകൊണ്ട് മറ്റ് നിലപാടുകൾ തള്ളിക്കളഞ്ഞുകൊണ്ട്, അതായത് പൊതുസംഘി നിലപാടുകൾ തള്ളിക്കളഞ്ഞുകൊണ്ട് പല ശക്തമായ നിലപാടുകളും രാജീവ് ചന്ദ്രശേഖർ എടുത്തിരുന്നു. രാജീവ് പറഞ്ഞാൽ അത് കേൾക്കാൻ മോദിയും അമിത്ഷായും തയ്യാറായി. FCRA നിയമം ചർച്ച ചെയ്യുന്നത് മാറ്റിവെച്ചതടക്കം. ഇനി എങ്ങനെയാവും കാര്യങ്ങളുടെ പോക്ക് എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു.